ഹലോ! എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നല്ലേ? അതിനായിട്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു വലിയ ക്യാരറ്റ് തന്നെ അതും അരിഞ്ഞ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മളിതൊന്ന് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 3 ഏലക്കയുടെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ചെറിയ കഷ്ണം കറുവപ്പട്ട കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. 4-5 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതാണ്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 3 പച്ചമുളക് നടുവേ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഓർമ്മ വേണം, നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവിക്കാൻ വെച്ച സമയത്ത് അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പ് പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സവാളയിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് അത് ഓർത്തിട്ട് കുറച്ച് വേണം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ കട്ട ഉപ്പായി പോവും. അതുകൊണ്ടാണ്. ഇനി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ സമയമാകുമ്പോൾ തന്നെ നമ്മളെ സവാളയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആ സമയം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് ഞാൻ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്കിതിലേക്ക് അങ്ങ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുമ്പോഴും ആദ്യം എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ടത് തേങ്ങാപ്പാലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് ഇതൊന്ന് വെന്ത് വരണം. ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്തതാണ്, എന്നാൽ കൂടി നമ്മൾ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. എന്നാലേ നമ്മളെ കറിയിൽ ആ ഒരു ടേസ്റ്റൊക്കെ വരൂ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ കിടന്ന് നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്നും കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തവിയുടെ ബാക്ക് വശം വെച്ചിട്ട് ഒന്ന് പയ്യെ ഒന്ന് അമർത്തി കൊടുത്ത് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം ഉടയ്ക്കേണ്ട, കുറച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. പാലൊഴിച്ച് കഴിഞ്ഞാൽ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അധികം നേരം തിളപ്പിക്കാൻ വെച്ചേക്കരുത്. ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി. ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനും ഫ്ലേവറിനും ഒക്കെ എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ അത് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും രുചിയും മണമൊക്കെ ഉണ്ടാവും കേട്ടോ.
ടേസ്റ്റും രുചിയും ഒന്നാണ്, മണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് നെയ്യ് ഒന്ന് ചൂടാക്കി അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് വേണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. പക്ഷേ ഞാനിപ്പോൾ നെയ്യ് ഇപ്പോൾ 1 ടീസ്പൂൺ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.